15 വയസ്സും 16 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ 10ലും +1 പഠിക്കുന്ന 22 കുഞ്ഞുങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഭീകരമായിട്ട് തോന്നിയിട്ടുള്ളത് കൊല്ലം മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ദളിത് വിദ്യാർത്ഥിനി ലിപ്സ്റ്റിക് തേച്ചു എന്ന് പറഞ്ഞിട്ട് അധ്യാപിക ക്ലാസ്സിൽ വെച്ചിട്ട് അവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ഡീഫമേഷൻ ചെയ്ത് സംസാരിച്ചു. ഒരു കൊച്ചു പെൺകുട്ടിയെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജീവിതം എന്തെന്ന് അറിയാത്ത പഠിക്കാനായിട്ട് സ്കൂളിൽ വരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ഒരു ക്ലാസ് റൂമിൽ മറ്റ് 40ഓളം കുട്ടികൾക്ക് മുന്നിൽ വെച്ച് വിചാരണ ചെയ്തു. അവളുടെ മുഖം പിടിച്ച് ഭിത്തിയിൽ വരച്ചു. അവൾ അപമാനിതയായ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരെ പോയി തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഒരു 4 മാസമായിട്ടുള്ള സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം അവളുടെ അടക്കമായിരുന്നു. ആ അടക്കത്തിന് പോയപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ആ ചുറ്റുവട്ടത്തെ വീടുകളിലുള്ള 5-6 പട്ടികജാതി കുടുംബങ്ങൾ മാത്രം ആ അടക്കത്തിന് വന്നിരിക്കുന്നതാണ്. അവൾ ആ 10ാം ക്ലാസ് വരെ പഠിച്ച ആ ഗവൺമെന്റ് സ്കൂളിലെ ഒരു അധ്യാപകരോ അവളുടെ സുഹൃത്തുക്കളോ അവളുടെ സുഹൃത്തുക്കളുടെ പേരൻസോ PTA എന്തിന് അവളുടെ ക്ലാസ് ടീച്ചർ പോലും ആ ശവമടക്കിന് വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത് 22ാമത്തെ കൊല്ലം. ഇത് മാത്രമൊന്നുമല്ല, പൂയപ്പള്ളിയിൽ കുട്ടമ്പിള്ള ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. അവിടെ നമ്മുടെ ഒരു ചെവി കേൾക്കാത്ത കുഞ്ഞിനെ ക്ലാസ് ടീച്ചർ അവർക്ക് കുറച്ച് കേൾവി കുറവാണ്. അവിടെ അധിക്ഷേപിച്ചിട്ട് ഓടി വന്ന് കിണറ്റിലേക്ക് ചാടുകയാണ് ചെയ്തത്. അത് ആ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു 8 മാസം ആ സംഭവം നടന്നിട്ട്. നേമത്തെ ഒരു സ്കൂളിൽ നമ്മുടെ ഒരു പെൺകൊച്ച് സൂയിസൈഡ് ചെയ്തു. അന്ന് ടീച്ചറെ എല്ലാവരും പ്രതികൂട്ടിലാക്കി ടീച്ചറുടെ പേരെഴുതി വെച്ചപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു നടപടിയും ഇവിടെ ഉണ്ടാകത്തില്ല. ഇവിടുത്തെ പൊളിറ്റിക്സും ഇവിടുത്തെ അധ്യാപക സംഘടനകളെല്ലാം ഈ കേസുകളെല്ലാം ഒതുക്കി പോകുന്നത് കൊണ്ടാണ് ഒരു മാധ്യമങ്ങളിൽ പോലും ഇതൊരു വാർത്തയായിട്ട് വരാത്തെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് ഇത് നടപടി ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പൊ രാജ്ഭവനിൽ ഗവർണറുടെ അവിടെ ഒരു ആദിവാസി യുവാവ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവനെ അവിടുത്തെ നായമാരായിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥര്, കാരണം ഗവർണറുടെ അവിടെ അറിയാലോ, ഒരു പട്ടികജാതിക്കാരെ തൂക്കാനും തുടയ്ക്കാനും മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. ബാക്കിയെല്ലാം പാരമ്പര്യമായിട്ട് നായമാരെ കൈകാര്യം ചെയ്യുന്ന പോസ്റ്റുകൾ എവിടെയുള്ളൂ. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ പോലും ഒരു പട്ടികജാതിക്കാർക്ക് ഇരിക്കുന്നില്ല എന്നുള്ളത്. അവർക്ക് ഒരു അജണ്ട ഉണ്ട്. അവർ പറയും, നിങ്ങൾ ഫയൽ കൊടുക്കുന്ന ഒരു ജോലി